എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഡോഫ്ലമിങ്കോനെ കുറിച്ചാണ്. വൺ പീസിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് വില്ലൻ ഓഫ് ഓൾ ടൈം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഡോഫ്ലമിങ്കോനെ കുറിച്ച് എന്ത് നോക്കാനാണെന്ന്. ഡോഫ്ലമിങ്കോ അങ്ങനെ തള്ളിക്കളയാൻ പറ്റിയൊരു ക്യാരക്ടറല്ല വൺ പീസിൽ തന്നെ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഡോഫ്ലമിങ്കോ. അതുകൊണ്ട് തന്നെ നമ്മുടെ വൺ പീസിൻ്റെ ഫ്യൂച്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ എന്തായാലും നമ്മുടെ ഡോഫ്ലമിങ്കോന് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം, നമ്മുടെ ഡോഫ്ലമിങ്കോനെ ഫ്യൂച്ചറിൽ ഇനിയും നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നതാണ് നമ്മുടെ ഡോഫ്ലമിങ്കോ നമ്മുടെ ഫ്യൂച്ചറിൽ വഹിക്കാൻ പോകുന്ന റോൾ എന്തായിരിക്കും. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയുകയാണ്. നിങ്ങൾ പലരും നമ്മുടെ ചാനലിൽ വീഡിയോ കൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ഒന്ന് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമുക്ക് വീഡിയോ ഇടാൻ കുറച്ചുകൂടെ മോട്ടിവേഷൻ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾ മാക്സിമം പേര് ചാനലിൽ വീഡിയോ കാണുമ്പോൾ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് നമ്മുടെ ഡോഫ്ലമിങ്കോൻ്റെ ഒറിജിനെ കുറിച്ചൊന്ന് നോക്കാം. നമ്മുടെ ഡോഫ്ലമിങ്കോ ഒരു സെലസ്റ്റിയൽ ഡ്രാഗൺ നമുക്കറിയാം. പക്ഷേങ്കിൽ നമ്മുടെ ഡോഫ്ലമിങ്കോൻ്റെ അച്ഛൻ തന്നെ സെലസ്റ്റിയൽ ഡ്രാഗൻ്റെ പദവി ഉപേക്ഷിച്ചപ്പോൾ നമ്മുടെ ഡോഫ്ലമിങ്കോന് നമ്മുടെ മെറിജോ വിട്ട് നമ്മുടെ സാധാ ജീവിതം നയിക്കേണ്ടി വരും. പക്ഷേ ഇതൊന്നും നമ്മുടെ ഡോഫ്ലമിങ്കോന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണം നമ്മുടെ ഡോഫ്ലമിങ്കോയുടെ അച്ഛൻ മെറിജോ വിട്ട് നമ്മുടെ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് വന്നപ്പോൾ സാധാരണ ജനങ്ങൾ വളരെയധികം ഇവരെ കഷ്ടപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ കഷ്ടപ്പെടുത്തലും ഇതൊക്കെ കൊണ്ട് മോട്ടിവേഷൻ കിട്ടിയിട്ടാണ് നമ്മുടെ ഡോഫ്ലമിങ്കോ ഒരു വില്ലനായി മാറുന്നത്. സാധാരണ ജനങ്ങൾ ചേർന്ന് നമ്മുടെ ഡോഫ്ലമിങ്കോനെയും അതുപോലെ തന്നെ തൻ്റെ അച്ഛനെയും തൻ്റെ സഹോദരനെയും ഒരു സ്ഥലത്തിട്ട് കത്തിച്ച് കൊല്ലാൻ വരാൻ നോക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇവരൊക്കെ കാരണമാണ് നമ്മുടെ ഡോഫ്ലമിങ്കോന് തൻ്റെ അമ്മേനെ നഷ്ടപ്പെടുന്നത്. തൻ്റെ അമ്മയെ നഷ്ടപ്പെട്ട സങ്കടം നമ്മുടെ ഡോഫ്ലമിങ്കോൻ്റെ ഉള്ളിൽ വളരെ അധികമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് സഹിക്കാൻ പറ്റാത്ത ഡോഫ്ലമിങ്കോ ഇതിനൊക്കെ കാരണം തൻ്റെ അച്ഛനാണെന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ അച്ഛനെ ആദ്യം കൊല്ലും. അതുമാത്രമല്ല, നമ്മുടെ ഡോഫ്ലമിങ്കോ കോൺഗ്രസ് ആക്കി അവേക്കം ചെയ്യുന്നത് നമ്മുടെ സാധാരണ ജനങ്ങളെല്ലാവരും കൂടി നമ്മുടെ ഡോഫ്ലമിങ്കോനെ അതുപോലെ തന്നെ അച്ഛനെ തൻ്റെ സഹോദരനെ കൊല്ലാൻ നോക്കുന്ന ആ സമയത്താണ്. അപ്പോൾ നമ്മുടെ ഡോഫ്ലമിങ്കോ ഒരു സത്യം ചെയ്തിരുന്നു, ഞാൻ നിങ്ങളെ എല്ലാവരുടെയും ഒന്നൊന്നായി കൊല്ലു എന്ന്. പിന്നെ അതിനുശേഷം നമ്മൾ കണ്ടത് വൺ പീസിൽ തന്നെ ഏറ്റവും ബ്രൂട്ടലും അതുപോലെ തന്നെ ഏറ്റവും മികച്ചതുമായിട്ടുള്ള ഒരു വില്ലൻ്റെ ജന്മമാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ നിങ്ങൾക്കറിയാം. പിന്നെ നമ്മുടെ ഡ്രസ്റോസ ആർക്കിൽ നമ്മുടെ ഡോഫ്ലമിങ്കോനെ നമ്മുടെ ലൂഫി ഡിഫീറ്റ് ചെയ്യും. ആ ടൈമിൽ നമ്മുടെ ഡോഫ്ലമിങ്കോ തൻ്റെ ഡെവിൽ ഫ്രൂട്ട് അവേക്കം ചെയ്തിരുന്നു. എന്നിരുന്നാലും നമ്മുടെ ലൂഫിയുടെ ഗിയർ 4 കൊണ്ട് നമ്മുടെ ഡോഫ്ലമിങ്കോനെ പിടിച്ചേക്കാൻ പറ്റില്ല. ഇതിനുള്ള മെയിനായിട്ടുള്ള കാരണം നമ്മുടെ ഡോഫ്ലമിങ്കോ തൻ്റെ ഹാക്കി നല്ലോണം മാസ്റ്റർ ചെയ്യാത്തത് തന്നെയായിരുന്നു. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ നമ്മുടെ ഡോഫ്ലമിങ്കോന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ വളരെ നല്ല രീതിക്കുള്ള പവറപ്പ് കിട്ടും. ഞാനിങ്ങനെ പറയാൻ കാരണം നമ്മുടെ വൺ പീസിലൊരു സംഭവമുണ്ട്. ആരെങ്കിലും ചെയിനിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ റിലീസാക്കുമ്പോൾ അവർക്ക് നല്ല രീതിക്കുള്ള പവറപ്പ് കിട്ടിയിട്ടുണ്ടാകും. നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ വാനോ ആർക്കിൽ നമ്മുടെ ലൂഫി കുറേ സമയം ചെയിനിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ലോ, പിന്നെ കിഡ്, അതുപോലെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ഡോഫ്ലമിങ്കോ ഇമ്പൽ ടൗണിലാണുള്ളത്. ഇമ്പൽ ടൗണിൽ എല്ലാ സീക്രട്സും സ്റ്റോൺസൊക്കെ വെച്ച് നമ്മുടെ ഡോഫ്ലമിങ്കോനെ അവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഡോഫ്ലമിങ്കോ അവിടെ നിന്ന് റിലീസാകുന്ന സമയത്ത് നല്ല രീതിക്കുള്ള പവർപ്പ് നമ്മുടെ ഡോഫ്ലമിങ്കോന് കിട്ടിയിട്ടുണ്ടാകും. പിന്നെ ഡോഫ്ലമിങ്കോ അവിടെ നിന്ന് എങ്ങനെയാണ് ഫ്രീ ആക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഇമ്പൽ ടൗൺ ഒരു പ്രിസൺ ബ്രേക്ക് കൂടെ ഇപ്പോൾ അടുത്ത് തന്നെ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇതിന് 2 പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്ന് നമ്മുടെ മാർക്കോ നമ്മുടെ വൈറ്റ് ബിയറിൻ്റെ മകനെ സേവ് ചെയ്യാൻ വേണ്ടി ഇമ്പൽ ടൗണിൽ പോകുമ്പോൾ അവിടെയുള്ള മറ്റ് പ്രിസണേഴ്സും കൂടെ രക്ഷപ്പെടും. പിന്നെയുള്ള പോസിബിലിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ക്രോസ് ഗിൽഡ് നമ്മുടെ ഇമ്പൽ ടൗണിൽ പോയിട്ട് ഒരുപാട് പേരെ റിലീസ് ചെയ്ത്, കാരണം നമുക്കറിയാം നമ്മുടെ ക്രോസ് ഗിൽഡ് ഇപ്പോൾ മറ്റുള്ള യോങ്കോ ക്രൂസിനെ വെച്ച് നോക്കുമ്പോൾ വളരെ വീക്കാണ്. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഡോഫ്ലമിങ്കോ ഇമ്പൽ ടൗണിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം നമ്മുടെ ക്രോസ് ഗിൽഡ് ചേരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ മറൈൻ ഫോർട്ട് കണ്ടിട്ടുണ്ട് നമ്മുടെ ക്രോക്കഡൈലും ഡോഫ്ലമിങ്കോ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊരു പക്ഷേ നമ്മുടെ ഡോഫ്ലമിങ്കോ ക്രോസ് ഗിൽഡ് ചേരാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതിനുശേഷം എന്തായിരിക്കും നടക്കാമെന്ന് ഞാൻ പറയാനില്ല. നമുക്കറിയാം നമ്മുടെ ഡോഫ്ലമിങ്കോ വളരെ ബ്രൂട്ടലായിട്ടുള്ള ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ ഡോഫ്ലമിങ്കോ തൻ്റെ റിവഞ്ച് തീർച്ചയായിട്ടും എടുക്കാൻ നമ്മുടെ ലൂഫിയുടെ അടുത്ത് വരുന്നതായിരിക്കും. പക്ഷേ എങ്കിൽ നമ്മുടെ ഡോഫ്ലമിങ്കോയുടെ പവർ നമ്മുടെ ലൂഫിനെ ഡിഫീറ്റ് ചെയ്യാൻ മതിയാകില്ല. അതുകൊണ്ട് തന്നെ ആ ഫൈറ്റ് അധിക നേരം ഒന്നും നീണ്ടെടുക്കാനും പോകുന്നില്ല. പക്ഷേ ഇവർ തമ്മിലൊരു ഫൈറ്റ് ഇനി നടക്കാനും ചാൻസ് കുറവാണ്. ഇത് ഞാൻ വെറുതെ പറഞ്ഞതാണ്, അത് ചെറിയൊരു പോസിബിലിറ്റി മാത്രമാണ്. ഇനിയിപ്പോൾ ഡോഫ്ലമിങ്കോ തിരിച്ച് വരികയാണെങ്കിൽ തന്നെ ഒരുപക്ഷെ നമ്മുടെ ഡോഫ്ലമിങ്കോ ഇനി തിരിച്ച് വരികയാണെങ്കിൽ തന്നെ ഒരുപക്ഷെ നമ്മുടെ ഫൈനൽ വാറിൽ നമ്മുടെ ലൂഫിയുടെ കൂടെയൊക്കെ ചേർന്ന് നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ഡോഫ്ലമിങ്കോയുടെ കയ്യിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട് നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള. കാരണം നമ്മുടെ ഡോഫ്ലമിങ്കോ ഒരു സെലസ്റ്റിയൽ ഡ്രാഗൺ ആയതുകൊണ്ട് തന്നെ. പിന്നെ നടക്കാനുള്ള ഒരു പോസിബിലിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ വേൾഡ് ഗവൺമെൻറ് നമ്മുടെ ഡോഫ്ലമിങ്കോനെ തൻ്റെ സെലസ്റ്റിയൽ ഡ്രാഗൺ എന്നുള്ള പദവി തിരിച്ചു കൊടുത്ത് നമ്മുടെ ഹോളി നൈറ്റ്സിലേക്ക് വേണേൽ റിക്രൂട്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഈ 2 പോസിബിലിറ്റീസാണ് നമ്മുടെ ഡോഫ്ലമിങ്കോന് ഫ്യൂച്ചറിലേക്ക് ഞാൻ കാണുന്നത്. നമ്മുടെ ഹോളി നൈറ്റ്സിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇമോസാമ എന്തായാലും നമ്മുടെ ഡോഫ്ലമിങ്കോന് നമ്മുടെ യോക്കായി ഫോം കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോഫ്ലമിങ്കോൻ്റെ പവർ നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഡോഫ്ലമിങ്കോ നമ്മുടെ ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന പവറപ്പും അതുപോലെ തന്നെ ഡോഫ്ലമിങ്കോൻ്റെ ഫ്യൂച്ചറാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ
ഇല്ലയോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും തിയറീസും കാര്യങ്ങളും അതും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ നമ്മുടെ വീഡിയോയിൽ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്യുക. എന്നാൽ പിന്നെ പ്രത്യേകിച്ച് പറ്റൊന്നുമില്ല. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നതിന് ബൈ.